നമ്മുടെ മലയാള സിനിമ പ്രൊഡ്യൂസർമാർക്ക് 10 പൈസ മുതൽ മുടക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ സമരത്തിലേക്ക് പോവുകയാണല്ലോ. എന്നാൽ മലയാളത്തിൽ ഇത് ആദ്യമൊന്നുമല്ല. ഇതിനു മുൻപും ഇത്തരത്തിൽ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് ബോംബുകൾ പൊട്ടിച്ചു വിട്ടിട്ടുണ്ട്. ഒത്തിരി നേടാനുള്ള ആഗ്രഹം കൊണ്ട് വമ്പൻ ബഡ്ജറ്റ് മുടക്കിയ പല സിനിമകളും പൊട്ടി പ്രൊഡ്യൂസർമാരെ തെണ്ടിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ബിഗ് ബഡ്ജറ്റിൽ പൊട്ടിച്ച ബോംബ് സിനിമകൾ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അതിലൊന്നാമത്തേത് പ്രിയദർശന്റെ സംവിധാനത്തിൽ 1996 പുറത്തിറങ്ങി മോഹൻലാൽ നായകനായെത്തിയ കാലാപാനി എന്ന ചിത്രമാണ്. ഹിസ്റ്റോറിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം പ്രഭു, തബു, അംബരീഷ് പുരി, അനു കപൂർ, ഡൽഹി ഗണേഷ്, ശ്രീനിവാസൻ, വിനീത് തുടങ്ങി വലിയ താരനിരയുണ്ടായിരുന്നു. മലയാള സിനിമ അന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റിലീസായിരുന്നു കാലാപാനിയുടേത്. ഏകദേശം 450-ലേറെ സെന്ററുകളിൽ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും ഡബ്ബ് ചെയ്ത് ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. ഹിന്ദി ഡബ്ബിംഗ് റൈറ്റ് അമിതാഭ് ബച്ചനായിരുന്നു വാങ്ങിയിരുന്നത്. എന്നിട്ടും ഈ സിനിമയുടെ മുതൽ മുടക്ക് തിയേറ്ററുകളിൽ നിന്നും തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല. കാരണം അന്ന് വരെ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിലായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. 1996 കാലഘട്ടങ്ങളിൽ ഏകദേശം ഒരു സിനിമ 80-75 ലക്ഷത്തിനുള്ളിൽ തീർക്കുന്ന സമയത്താണ് 2.5 കോടി മുടക്കി ഈ സിനിമ നിർമ്മിച്ചത്. അന്നത്തെ കാലത്ത് ഏറ്റവും കോസ്റ്റ് കൂടിയ താരങ്ങളായിരുന്നു ഈ സിനിമയുടെ പിന്നണിയിലും പ്രവർത്തിച്ചിരുന്നത്. സന്തോഷ് ശിവൻ, ഇളയരാജ തുടങ്ങിയവരും ഈ സിനിമയുടെ ഭാഗമായിരുന്നു. മോഹൻലാലും ആർ മോഹനും ചേർന്നായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് ഈ സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകൾ ലഭിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ ഇതിനെ ഒരു ക്ലാസിക് സിനിമയായിട്ടാണ് നമ്മൾ കാണുന്നത്. അടുത്തത് 2001 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മമ്മൂട്ടി നായകനായെത്തിയ ദുബായ് എന്ന ചിത്രമായിരുന്നു. രഞ്ജി പണിക്കർ രചന നിർവഹിച്ച ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം ബിജു മേനോൻ, നിർമ്മൽ പാണ്ഡെ, NF വർഗീസ്, വിജയകുമാർ, ജനാർദ്ദനൻ, മാമുക്കോയ, കൊച്ചിൻ അനീഫ, ഊർമിള ഉണ്ണി തുടങ്ങി വലിയ താരനിരയുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് വമ്പൻ മുതൽ മുടക്കിലായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. ഏകദേശം 5 കോടി ബജറ്റിലാണ് ഈ സിനിമ ചിത്രീകരിച്ചത്. അന്ന് ഏകദേശം ഒരു സിനിമ 1-1.5 കോടിക്ക് തീർക്കുന്ന സമയത്താണ് 5 കോടി മുതൽ മുടക്കിയത്. കാരണം ഈ സിനിമയുടെ ഭൂരിഭാഗം ഷൂട്ട് ചെയ്തത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് എക്സ്പെൻസും വളരെയധികം കൂടി. വളരെ വലിയ പ്രതീക്ഷയിൽ തിയേറ്ററിലെത്തിയ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. മാർക്കറ്റിംഗിലെ പിഴവും വൈകിയുള്ള റിലീസും സിനിമയുടെ പരാജയത്തിന്റെ ആക്കം കൂട്ടി. ഈ സിനിമയുടെ പരാജയത്തോടുകൂടി രഞ്ജി പണിക്കർ, ജോഷി ഉൾപ്പെടെയുള്ളവർ ഏറെക്കാലം സിനിമ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു. സിനിമയുടെ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി ടിക്കറ്റ് റേറ്റ് അന്ന് കൂട്ടിയത് വലിയ വാർത്തയുമായിരുന്നു. ഈ സിനിമ പ്രൊഡ്യൂസർക്ക് വലിയൊരു ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് ബോംബിന്മേൽ ബോംബായി മാറുകയായിരുന്നു. അടുത്തത് 2015 സുരേഷ് ദിവാകരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ദിലീപ് നായകനായെത്തിയ ഇവൻ മര്യാദരാമൻ എന്ന ചിത്രമായിരുന്നു. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ മലയാളത്തിലേക്കുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരുന്നത് ഉദയകൃഷ്ണയും CBK തോമസുമായിരുന്നു. എന്നാൽ SS രാജമൗലിയുടെ സംവിധാനത്തിൽ 2010 പുറത്തിറങ്ങിയ മര്യാദരാമണ്ണ എന്ന തെലുങ്ക് സിനിമയുടെ മലയാളം റീമേക്ക് ആയിരുന്നു ഈ ചിത്രം. 2015 കാലഘട്ടങ്ങളിലെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു ഇത്. സിനിമയിലെ പ്രധാന സംഭവ വികാസങ്ങൾ നടക്കുന്ന ആ കൊട്ടാരം അന്ന് സെറ്റിട്ടതായിരുന്നു. ആ കൊട്ടാരം മാത്രം സെറ്റിടുന്നതിന് ഏകദേശം 2 കോടിക്കടുത്ത് മുതൽ മുടക്കിയിരുന്നു. അന്ന് 2 കോടി ഉണ്ടെങ്കിൽ ഒരു നല്ല സിനിമ പൂർണ്ണമായും ചിത്രീകരിച്ച് പുറത്തിറക്കാമായിരുന്നു. അന്ന് വരെ മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും വലിയ മുതൽ മുടക്കിയ ഒരു സിനിമ സെറ്റായിരുന്നു അത്. എന്നാൽ മലയാളത്തിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്യുന്നതിന് മുൻപ് 2011 പാണ്ഡെ പോരിയ ബോഗ കണ്ടറെ എന്ന പേരിൽ ബംഗളയിലേക്കും അതേ വർഷം തന്നെ മര്യാദ രാമണ്ണ എന്ന പേരിൽ കന്നഡയിലേക്കും 2012 സൺ ഓഫ് സർദാർ എന്ന പേരിൽ ഹിന്ദിയിലേക്കും 2014 വല്ലഭന് പുല്ലുമായുധം എന്ന പേരിൽ തമിഴിലേക്കും റീമേക്ക് ചെയ്തിരുന്നു. എന്നാൽ മറ്റൊരു കാര്യം, മലയാളം ഒഴികെയുള്ള മറ്റു 4 ഭാഷകളിലും ഈ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു. പക്ഷേ മലയാളത്തിൽ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. മറ്റു ഭാഷകളിൽ നേടിയ സൂപ്പർ ഹിറ്റ് മലയാളത്തിലും ആവർത്തിക്കുമെന്നായിരുന്നു അണിയറ പ്രവർത്തകർ പ്രതീക്ഷിച്ചത്. പക്ഷേ തിയേറ്ററിൽ ദിലീപ് പൊട്ടിച്ച ഒരു വലിയ ബോംബായി മാറുകയായിരുന്നു ഇത്. അടുത്തത് സന്തോഷ് ശിവന്റെ സംവിധാനത്തിൽ 2011 പുറത്തിറങ്ങി പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ ഉറുമി എന്ന ചിത്രമായിരുന്നു. ഹിസ്റ്റോറിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പൃഥ്വിരാജിനോടൊപ്പം ആര്യ, പ്രഭുദേവ, ജെനിലിയ ഡിസൂസ, നിത്യ മേനോൻ, വിദ്യാ ബാലൻ, തബു തുടങ്ങി വലിയ താരനിരയുണ്ടായിരുന്നു. അന്നത്തെ സൗത്ത് ഇന്ത്യയിലെ വിലയേറിയ താരങ്ങളും പഴയകാലം സെറ്റിട്ടത് കാണിച്ചതുകൊണ്ടും സിനിമയ്ക്ക് വലിയ എക്സ്പെൻസ് ആയി. ഷാജി നടേശനും സന്തോഷ് ശിവനും പൃഥ്വിരാജും ചേർന്നായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഏകദേശം 20 കോടിക്ക് മുകളിലായിരുന്നു 2011 കാലഘട്ടങ്ങളിൽ ഈ സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ബജറ്റായത്. എന്നാൽ സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകൾ ലഭിച്ചെങ്കിലും പൃഥ്വിരാജിന്റെ വ്യത്യസ്തമായ ഒരു വേഷമായിരുന്നെങ്കിലും സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ പക്ഷേ വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല.
വമ്പൻ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ ഈ സിനിമയിലെ പാട്ടുകൾ അന്നത്തെ കാലത്ത് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിക്കാതെ വരികയായിരുന്നു. അടുത്തത് IV ശശിയുടെ സംവിധാനത്തിൽ 2006 പുറത്തിറങ്ങി മമ്മൂട്ടി നായകനായെത്തിയ ബൽറാം വാസസ് താരാദാസ് എന്ന ചിത്രമായിരുന്നു. ടി ദാമോദരൻ SN സ്വാമിയുടെ രചനയിൽ പുറത്തിറങ്ങിയ ഈ ആക്ഷൻ ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം കത്രീന കൈഫ്, മുകേഷ്, വാണി വിശ്വനാഥ്, സിദ്ദിഖ്, പ്രേം പ്രകാശ്, ജഗദീഷ്, അഗസ്റ്റിൻ, കുഞ്ചൻ, കൽപ്പന, ഗൗരി നദ്ദ, ദേവൻ തുടങ്ങി വലിയ നീണ്ട താരനിരയുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ പഴയകാല ചിത്രമായ അതിരാത്രത്തിലെ താരാദാസ് എന്ന കഥാപാത്രത്തെയും മമ്മൂട്ടിയുടെ തന്നെ ഇൻസ്പെക്ടർ ബൽറാം എന്ന കഥാപാത്രത്തെയും മിക്സ് ചെയ്തെടുത്ത സിനിമയായിരുന്നു ഇത്. വമ്പൻ ബഡ്ജറ്റിൽ ലിബർട്ടി ബഷീറായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. 2006 കാലഘട്ടങ്ങളിൽ 18 കോടി രൂപയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയത്. ഇന്നത്തെ വാല്യൂമായി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 70 കോടിക്കടുത്ത് മുതൽ മുടക്ക് വരും. സിനിമയ്ക്ക് ആദ്യ ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള ഓപ്പണിംഗ് ലഭിച്ചിരുന്നു. മമ്മൂട്ടിയുടെ ശക്തമായ 2 കഥാപാത്രങ്ങൾ ഒന്നിക്കുന്നു എന്ന ഹൈപ്പും സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. പക്ഷേ സ്ട്രോങ് ഓപ്പണിംഗ് ലഭിച്ചിട്ടും സിനിമ പിന്നീട് ഹൈപ്പ് കുറഞ്ഞ് ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയും മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. ഈ സിനിമയിലെ മമ്മൂട്ടിയുടെ താരാദാസ് എന്ന കഥാപാത്രത്തിന്റെ ഹെയർ സ്റ്റൈൽ ഇന്നും പല ട്രോളുകൾക്കും ഇരയാവാറുണ്ട്. അടുത്തത് റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ 2012 പുറത്തിറങ്ങി മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ കാസിനോവ എന്ന ചിത്രമായിരുന്നു. റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം ശ്രേയ ശരൺ, റായ് ലക്ഷ്മി, വിക്രംജീത്ത്, റോമാസ് റാണി, സഞ്ജന, അഭിഷേക്, അർജുൻ തുടങ്ങി വലിയ താരനിരയുണ്ടായിരുന്നു. കോൺഫിഡന്റ് കാസിനോവ എന്ന ഈ ചിത്രം റോയ് CJയും ആന്റണി പെരുമ്പാവൂരും ചേർന്നായിരുന്നു നിർമ്മിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ഏകദേശം 12 കോടിക്ക് മുകളിൽ മുതൽ മുടക്കിയായിരുന്നു നിർമ്മിച്ചിരുന്നത്. പൂർണ്ണമായും വിദേശത്ത് ഷൂട്ട് ചെയ്ത ഈ സിനിമയിൽ ഒരുപാട് വിദേശ നടിമാരും ഉണ്ടായിരുന്നു. എന്നാൽ വമ്പൻ പ്രതീക്ഷയോടെ എത്തിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ വളരെ മോശം അഭിപ്രായം നേടുകയും ബോക്സ് ഓഫീസിൽ വലിയൊരു ബോംബായി മാറുകയുമായിരുന്നു. കേരളത്തിൽ 138 തിയേറ്ററിലും വിദേശ രാജ്യങ്ങളിൽ 64 തിയേറ്ററിലും ഈ സിനിമ പ്രദർശിപ്പിച്ചെങ്കിലും എങ്ങും നിലം തൊട്ടില്ല. വമ്പൻ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി. നേരത്തെ പറഞ്ഞതുപോലെ ഇന്നും ട്രോളുകളും പരിഹാസങ്ങളും ഒരുപാട് ലഭിച്ച ചിത്രം കൂടിയായിരുന്നു കോൺഫിഡന്റ് കാസിനോവ. അടുത്തത് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ 2012 മമ്മൂട്ടി, സുരേഷ് ഗോപി എന്നിവർ പ്രധാന വേഷത്തിലെത്തി പുറത്തിറങ്ങിയ ദ കിങ് ആൻഡ് ദ കമ്മീഷണർ എന്ന ചിത്രമായിരുന്നു. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കുമൊപ്പം സായ് കുമാർ, രാജീവ് കൃഷ്ണ, ജനാർദ്ദനൻ, നെടുമുടി വേണു, സമൃദ്ധ സുനിൽ തുടങ്ങി വലിയ താരനിരയുണ്ടായിരുന്നു. വമ്പൻ പ്രതീക്ഷയോടെയായിരുന്നു ഈ സിനിമ തിയേറ്ററിലെത്തിയത്. അന്ന് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും പഴയകാലത്തെ 2 വമ്പൻ കഥാപാത്രങ്ങൾ ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ ദി കിങ് എന്ന സിനിമയിലെ ജോസഫ് അലക്സ് IAS എന്ന കഥാപാത്രവും സുരേഷ് ഗോപിയുടെ കമ്മീഷണർ എന്ന ചിത്രത്തിലെ ഭരത് ചന്ദ്രൻ IPS എന്ന കഥാപാത്രവും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കാണുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നെങ്കിലും ഈ സിനിമ ബോക്സ് ഓഫീസിൽ വളരെ മോശം അഭിപ്രായത്തെ തുടർന്ന് പരാജയപ്പെടുകയായിരുന്നു. ആൻഡോ ജോസഫ് ആയിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് വമ്പൻ ബജറ്റിലായിരുന്നു ഈ സിനിമ പുറത്തിറങ്ങിയത്. എന്നാൽ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ച് മമ്മൂക്കയും സുരേഷ് ഗോപിയും ചേർന്ന് ഒരു ഡബിൾ ബോംബ് പൊട്ടിക്കുകയായിരുന്നു. അടുത്തത് പ്രിയദർശന്റെ സംവിധാനത്തിൽ 2021 പുറത്തിറങ്ങി മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രമായിരുന്നു. ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം പ്രണവ് മോഹൻലാൽ, അർജുൻ സർജ, സുനിൽ ഷെട്ടി, പ്രഭു, അശോക് സെൽവൻ, മഞ്ജു വാര്യർ, സിദ്ദിഖ്, നെടുമുടി വേണു, ഹരീഷ് പേരടി തുടങ്ങി നീണ്ട് വിലയേറിയ കുറച്ച് താരങ്ങളുണ്ടായിരുന്നു. വിലയേറിയ താരങ്ങൾക്ക് വേണ്ടിയും പഴയകാലം സെറ്റിട്ട് കാണിക്കുന്നതിന് വേണ്ടിയും സിനിമക്ക് വലിയ ബജറ്റാണ് ചെലവാക്കിയത്. ഏകദേശം 100 കോടി ബജറ്റിലായിരുന്നു ഈ സിനിമ നിർമ്മിച്ചത്. മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ മുതൽ മുടക്കിലായിരുന്നു ഈ സിനിമ നിർമ്മിച്ചത്. ഈ സിനിമയുടെ ബജറ്റ് കൊണ്ട് തന്നെ വമ്പൻ ഹൈപ്പും ലഭിച്ചു, കൂടുതൽ വാർത്താ പ്രാധാന്യവും ലഭിച്ചു. ഏകദേശം 100 കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ കളക്ട് ചെയ്തത് വെറും 48 കോടി രൂപയായിരുന്നു. പിന്നെ ആന്റണി പെരുമ്പാവൂരായിരുന്നു ഈ സിനിമ നിർമ്മിച്ചത്. ബോക്സ് ഓഫീസിൽ വളരെയധികം ചെലവ് മുടക്കി വമ്പൻ ഹൈപ്പിൽ പൊട്ടിച്ച ഒരു ആറ്റം ബോംബായിരുന്നു ഈ ചിത്രം. വളരെ വലിയ പ്രതീക്ഷയോടെ ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് എത്തിയ പ്രേക്ഷകരും സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആന്റണി പെരുമ്പാവൂരും സിനിമ റിലീസ് ചെയ്തതിന് ശേഷം വെട്ടിയിട്ട ബായത്തണ്ട് പോലെയായിരുന്നു കിടന്നത്. അടുത്തത് സിദ്ദിഖിന്റെ സംവിധാനത്തിൽ 2020 പുറത്തിറങ്ങി മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ ബിഗ് ബ്രദർ എന്ന ചിത്രമായിരുന്നു. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം ബോളിവുഡ് താരം അർബാസ് ഖാനും അനൂപ് മേനോനും, സിദ്ദിഖ്, ഹണി റോസ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, സർജാനോ കാലി തുടങ്ങിയ ടീമായിരുന്നു ഉണ്ടായിരുന്നത്.
വലിയ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ ഈ സിനിമ ഏകദേശം 45 കോടിക്ക് മുകളിൽ 2020 കാലഘട്ടങ്ങളിൽ മുതൽ മുടക്കി നിർമ്മിച്ചതായിരുന്നു. പക്ഷേ ബോക്സ് ഓഫീസിൽ നിന്നും വെറും 12.5 കോടി മാത്രമാണ് കളക്ട് ചെയ്യാൻ സാധിച്ചത്. പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. തിയേറ്ററുകളിൽ വലിയ സ്ഫോടനം സൃഷ്ടിച്ച് പരാജയപ്പെടുകയായിരുന്നു ഈ സിനിമ. നമ്മെ വിട്ടുപിരിഞ്ഞ സംവിധായകൻ ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച സിദ്ദീഖിന്റെ അവസാന ചിത്രം കൂടിയായിരുന്നു ബിഗ് ബ്രദർ. അടുത്തത് ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങി മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ട് എന്ന ചിത്രമായിരുന്നു. ആക്ഷൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം ശാരദ ശ്രീനാഥ്, രാമചന്ദ്ര രാജു, സിദ്ദിഖ്, വിജയരാഘവൻ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വമ്പൻ ഹൈപ്പോടെയായിരുന്നു ഈ സിനിമ ബോക്സ് ഓഫീസിലെത്തിയത്. നമ്മുടെ സാക്ഷാൽ AR റഹ്മാൻ ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളിലും എത്തിയിരുന്നു. അതും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. 30 കോടി ബജറ്റ് നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ 18 കോടി മാത്രമാണ് കളക്ഷൻ നേടിയത്. ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായി മാറുകയായിരുന്നു നെയ്യാറ്റിങ്കര ഗോപന്റെ ബോംബ്. അടുത്തത് അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ 2023 ദിലീപ് നായകനായ ബാന്ദ്ര എന്ന ചിത്രമായിരുന്നു. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ദിലീപിനോടൊപ്പം തമന്ന ഭാട്ടിയ, ഡിനു മോറെ, മമത മോഹൻദാസ്, കലാഭവൻ ഷാജോൺ, R ശരത് കുമാർ, ലെന തുടങ്ങിയ ടീമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ദിലീപിന്റെ ഒരു മടങ്ങി വരവ് പ്രതീക്ഷിച്ച സിനിമയായിരുന്നു ഇത്. ഏകദേശം 35 കോടി മുതൽ മുടക്കിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വെറും 6 കോടി മാത്രം നേടി ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയായിരുന്നു. OTT പ്ലാറ്റ്ഫോമുകൾക്ക് പോലും വേണ്ടാത്ത രീതിയിൽ ഈ സിനിമ അധപ്പതിക്കുകയായിരുന്നു. അടുത്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ 2024 പുറത്തിറങ്ങി മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ മലൈക്കോട്ടൈ വാലിബൻ എന്ന ചിത്രമായിരുന്നു. മോഹൻലാലിനോടൊപ്പം സൊനാലി കുൽക്കർണി, ഹരീഷ് പരടി, ദാനിഷ് സെയ്ദ് തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന വാർത്ത വമ്പൻ ഹൈപ്പോടെയായിരുന്നു പുറത്തു വന്നിരുന്നത്. പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെയായിരുന്നു ഈ സിനിമയ്ക്കായി കാത്തിരുന്നത്. പക്ഷേ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. വമ്പൻ ബജറ്റിലായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. ഏകദേശം 65 കോടി മുതൽ മുടക്കിയായിരുന്നു ഈ സിനിമ ചിത്രീകരിച്ചത്. ഈ സിനിമയ്ക്ക് പക്ഷേ ബോക്സ് ഓഫീസിൽ നിന്നും മുതൽ മുടക്കിൻ്റെ പകുതി പോലും നേടാനായില്ല. വെറും 30 കോടി മാത്രമാണ് തിരിച്ച് നേടാൻ സാധിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു. അടുത്തത് 2024 മോഹൻലാലിന്റെ തന്നെ സംവിധാനത്തിൽ അദ്ദേഹം നായകനായി പുറത്തിറങ്ങിയ ബറോസ് എന്ന ചിത്രമായിരുന്നു. ജിജോ പൊന്നോസിന്റെ ബറോസ് ഗാർഡിയൻ ഓഫ് ഡി ഗോമസ് ട്രഷർ എന്ന നോവലിനെ ആസ്പദമാക്കിയെടുത്ത സിനിമയായിരുന്നു ഇത്. നമ്മുടെ മോഹൻലാലിന്റെ കഴിഞ്ഞ ഒരുപാട് വർഷത്തെ സിനിമ എക്സ്പീരിയൻസിൽ നിന്നും അദ്ദേഹം ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ വളരെ വലിയ പ്രതീക്ഷയിലായിരുന്നു പ്രേക്ഷകർ കാത്തിരുന്നത്. വമ്പൻ തയ്യാറെടുപ്പോടെ കാത്തിരുന്ന പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ സിനിമയ്ക്ക് മോശം അഭിപ്രായമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകൾ ഈ സിനിമയിലെ ഗ്രാഫിക്സും മറ്റുമായി ബന്ധപ്പെട്ട് കിട്ടിയിരുന്നു. ഏകദേശം 150 കോടി മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മുതൽ മുടക്കിലായിരുന്നു ഈ സിനിമ നിർമ്മിച്ചത്. എന്നാൽ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും ആകെ 20 കോടി മാത്രമാണ് കളക്ട് ചെയ്യാൻ സാധിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. മാത്രമല്ല ട്രോളുകൾ ഏറ്റുവാങ്ങി ഈ ബോംബ് തിയേറ്ററുകളിൽ ഈ സിനിമ ഒരു ആറ്റം ബോംബ് സ്ഫോടനം സൃഷ്ടിക്കുകയായിരുന്നു. അടുത്തത് അഭിലാഷ് ജോഷിയുടെ സംവിധാനത്തിൽ 2023 പുറത്തിറങ്ങി ദുൽഖർ സൽമാൻ നായകനായെത്തിയ ആക്ഷൻ ത്രില്ലർ സിനിമയായ കിങ് ഓഫ് കോത്ത എന്ന ചിത്രമായിരുന്നു. ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാനോടൊപ്പം ഷബീർ കല്ലറക്കൽ, പ്രസന്ന, ഗോകുൽ സുരേഷ്, ഐശ്വര്യലക്ഷ്മി, നൈല ഉഷ, ശരൺ ശക്തി തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വമ്പൻ ഹൈപ്പായിരുന്നു ഈ ദുൽഖർ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. ദുൽഖർ സൽമാനും സീ സ്റ്റുഡിയോസും ചേർന്നായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. ഏകദേശം 50 കോടി മുതൽ മുടക്കിയ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ വെറും 38 കോടി മാത്രമാണ് നേടാൻ സാധിച്ചത്. സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. സിനിമ ദുൽഖർ സൽമാൻ്റെ ഒരു വലിയ ബോംബായി മാറി. ഈ സിനിമകളിലൂടെ തന്നെ എത്ര കോടികളാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമുണ്ടായത്. ചുമ്മാ ഒന്ന് കൂട്ടി നോക്കൂ. ഇത്രയും സിനിമകളാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ വമ്പൻ ബജറ്റിൽ പുറത്തിറങ്ങി പരാജയപ്പെട്ട മറ്റു സിനിമകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.